ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ 4 ചാപ്റ്ററുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇതുവരെ എടുത്തിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് 5ാമത്തെ ചാപ്റ്ററായ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. പൊതുജനാരോഗ്യ ബിൽ സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാം. കോട്ടയം കേരളം പൊതുജനാരോഗ്യ ബില്ലിൻ്റെ നിയമസഭാ സെലക്ട് കമ്മിറ്റി സെപ്റ്റംബർ 24 രാവിലെ 10:30 കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ബില്ലും ബില്ലിലെ വ്യവസ്ഥകളും സംബന്ധിച്ച ചോദ്യാവലിയും www.niyamaSabha.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളും രേഖാമൂലമോ legislation@niyamasabha.nic.in എന്ന ഇമെയിൽ വിലാസത്തിലോ നൽകാം. ഈ ഒരു വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്താക്കുറിപ്പ് നൽകിയിട്ടുള്ളത്, അല്ലേ? ജനാധിപത്യ ക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പൊതുജന അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാർട്ടൂൺ പോലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വഴിവിളക്ക് പലപ്പോഴും കത്താറേയില്ല, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഇതൊരു ഗ്രാമസഭയുടെയോ അല്ലെങ്കിൽ ഒരു വാർഡ് സഭയുടെയോ ചിത്രമാണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു വ്യക്തി ഒരു പരാതി പോലെ ഉന്നയിക്കുകയാണ് ജനപ്രതിനിധിയോട്. വഴിവിളക്ക് പലപ്പോഴും കത്താറേയില്ല, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഒരു പരാതി പോലെ പറയുകയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡുസഭ, ഇതിൻ്റെ ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ അവിടെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡുസഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. വിദ്യാലയങ്ങളിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാറില്ലേ? എങ്ങനെയെല്ലാമാണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കാറുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഗ്രാമസഭയെക്കുറിച്ചെല്ലാം. പഞ്ചായത്തുകളിൽ ഗ്രാമസഭയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭയുമാണ് ഉണ്ടായിരിക്കുക. വിദ്യാലയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പലരിൽ നിന്നും പല അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാമാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാറുള്ളത്? സ്കൂൾ പാർലമെൻറ്റ് വഴി അറിയിക്കും, അല്ലേ? സംഘാടക സമിതി യോഗങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ് പ്രതിനിധികൾ വഴി അറിയിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയിടാനുള്ളൊരു ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം നമുക്കൊരു സ്കൂളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സൗകര്യമുണ്ട്. വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന വിവിധ മാർഗങ്ങൾ രേഖപ്പെടുത്തിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പാഠാരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താൽപ്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അല്ലെങ്കിൽ അഭിപ്രായമോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പൊതുജനാഭിപ്രായത്തിനെ കുറിച്ചും ജനാധിപത്യത്തിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി അറിയിക്കുന്നൊരു അഭിപ്രായങ്ങളാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. അപ്പോൾ ഈ ഒരു പൊതുജന അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണല്ലേ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഭരണം നടത്താനും എല്ലാം ഗവൺമെൻറ്റിനും സാധിക്കും. അതുപോലെ തന്നെ നല്ല ജാഗ്രതയുള്ള ഒരു പൗരസമൂഹത്തിനെ രൂപപ്പെടുത്താനും ഈ ഒരു പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പറയുന്നുണ്ട്.
ഇനി പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്താണ്? പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയത്തെയാണ് നമ്മൾ പൗരസമൂഹം എന്നുകൊണ്ട് പറയുന്നത്. സ്വയം സന്നദ്ധതയോടെ, അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് മനസ്സിലായല്ലോ. ഇനി പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. സാമൂഹിക ജീവിതത്തിലും അതുപോലെ തന്നെ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ മുകളിൽ പൗരർ സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കും അല്ലേ. അപ്പോൾ ഇത് സമൂഹത്തിൽ വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിന് മേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു. പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല, എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളാണ് നോക്കുന്നത്. ഈ ഒരു പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ട് അതൊരു പൊതുസമ്മതം, അതായത് ഇപ്പോൾ കൂടുതൽ ആളുകൾ എന്തിനോട് യോജിക്കുന്നു, കൂടുതൽ ആളുകൾ എന്തിനോട് യോജിക്കുന്നില്ല, അപ്പോൾ ഒരു വിഷയം അതിനോട് ഒരു ഭൂരിപക്ഷം പേര് യോജിക്കുന്നുണ്ടെങ്കിലാണ് അത് നടപ്പാക്കുകയെല്ലാം ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒരു വിഷയത്തിൻ്റെ മേലെയുള്ള നമുക്ക് സ്വീകരിക്കാൻ കഴിയും. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായും ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് ഇപ്പോൾ ഈ ഒരു പൊതുജനാഭിപ്രായം എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് മാത്രം കാണാൻ പറ്റില്ല. പകരം നമുക്കത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഈ പൊതുജനാഭിപ്രായം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? പൊതുജന അഭിപ്രായത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. ഇത്തരം സവിശേഷതകളെല്ലാം ചേർത്ത് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് ഒരു ചാർട്ട് തയ്യാറാക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് നാം കണ്ടു. വ്യക്തികളുടെ സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളെ കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല. എപ്പോഴാണോ ഒരു പൊതു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിൻ്റെ മേലെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു അഭിപ്രായത്തിൻ്റെ മേലെയാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുക. പലരും അതിനെ എതിർക്കാം, ചിലരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഒരു പൊതു തീരുമാനം രൂപപ്പെടുത്തുന്നത്. പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവരുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. ഇവ ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ വരുന്നതാണ് കുടുംബം.
കുടുംബം തന്നെയാണല്ലേ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾക്ക് ഒരു പൊതുജനാഭിപ്രായം നമ്മൾ രൂപപ്പെടുത്തുന്നതിന് നമ്മളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഏജൻസി എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ഉള്ള ഒരു കോൺവെർസേഷനാണിത്. അച്ഛൻ പറയുന്നു ചൂട് കൂടി വരികയാണല്ലോ. അപ്പോൾ മോള് പറയുന്നുണ്ട് ആഗോളതാപനത്തെക്കുറിച്ച് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ മോൻ പറയുന്നുണ്ട് ചൂട് കുറയ്ക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അമ്മ പറയുന്നു അതിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമുക്ക് ചൂടിൻ്റെ തീവ്രത കുറയ്ക്കാം, അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം എന്ന് അമ്മയും പറയുന്നുണ്ട്. രക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിങ്ങൾ പങ്കാളികളാകാറുണ്ടല്ലോ. ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാമിലിയിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ടല്ലേ. അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്ന ആ ഒരു പ്രായം തൊട്ടേ മുതിർന്നവർ നടത്തുന്ന ചർച്ചകൾ കേൾക്കാറും ശ്രദ്ധിക്കാറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫാമിലിയിൽ നടക്കുന്ന ചർച്ചകളിൽ കുട്ടികൾ പങ്കാളികളും ആകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന ഒരു അഭിപ്രായ രൂപീകരണത്തിൽ ഒരു കുടുംബത്തിൻ്റെ പങ്ക് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു അഭിപ്രായ രൂപീകരണത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഏജൻസിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. അധ്യാപിക പറയുന്നുണ്ട് മക്കളെ, നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ടോ? അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി പറയുന്നു വേനൽക്കാലത്ത് അനുഭവപ്പെടാറുണ്ട് ടീച്ചർ. മഴവെള്ളം സംഭരിക്കുന്നത് ഇതിനൊരു പരിഹാരമല്ലേ എന്ന് മറ്റൊരു കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കുട്ടി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാമുള്ള അറിവും നൈപുണിയുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. അപ്പോൾ കുടുംബം കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വിദ്യാലയമാണ്. അപ്പോൾ ആ വിദ്യാലയത്തിന് എത്രത്തോളം പങ്കുണ്ട്, അഭിപ്രായ രൂപീകരണത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് നിരവധി അവസരങ്ങൾ നൽകുകയാണല്ലേ. എങ്ങനെ ഒരു ജനാധിപത്യം ബോധം വളർത്താനും പൗരബോധം വളർത്താനുമെല്ലാം നിരവധി അവസരങ്ങളാണ് വിദ്യാലയങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തൊരു ഏജൻസിയാണ് സമപ്രായ സംഘങ്ങൾ അഥവാ പിയർ ഗ്രൂപ്പ്സ്. ഇവിടെയും ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ പറയുകയാണ് നമ്മുടെ സ്കൂൾ ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളും ശ്രദ്ധിച്ചു. ആരാണാവോ ഇതിനു പിന്നിൽ? ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസംബ്ലിയിൽ നമുക്ക് റോൾ പ്ലേ അവതരിപ്പിച്ചാലോ? സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇതു സംബന്ധിച്ച് ഒരു സ്കിറ്റ് അവതരിപ്പിക്കണം. അപ്പോൾ സമപ്രായക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണിത്. സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ, ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിന് സമപ്രായ സംഘങ്ങൾക്ക് ഈ ഒരു അഭിപ്രായ രൂപീകരണത്തിലുള്ള പങ്കാണ് ഈ ഒരു ഭാഗത്ത് വിശദമാക്കുന്നത്. ഇനി നമുക്ക് സമപ്രായ സംഘങ്ങളെക്കുറിച്ച് നോക്കാം.
സമാനമായ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ ആയിട്ടുള്ള മറ്റൊരു ഏജൻസിയാണ് മാധ്യമങ്ങൾ അഥവാ മീഡിയ. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ തന്നെ ഭാഗത്ത് വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഒന്നാമത്തെ പത്രങ്ങൾ. പത്രങ്ങളെക്കുറിച്ച് പറയുന്നു. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണുള്ളത്. പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. പത്രപ്രവർത്തനത്തിൻ്റെ ഏകലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലികനാശമേ ഉണ്ടാകൂ. നിയന്ത്രണം പുറത്തുനിന്നാണെങ്കിൽ അത് നിയന്ത്രണരാഹിത്യത്തേക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും? വിജയിക്കാത്തവയെ നിലനിർത്താൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മ തിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഭാഗമാണിത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും. ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല. സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചു വിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട്. നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്താറുണ്ട്. വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വ്യാജ വാർത്തകളെല്ലാം ഓൺലൈൻ പത്രങ്ങളിലൂടെയെല്ലാം നിരവധി ഉള്ളൊരു സമയമാണല്ലേ. അപ്പോൾ വാർത്തകളിൽ എന്താണ് പക്ഷപാതരഹിതമായ സമീപനമുണ്ട്. എല്ലാ വാർത്തകളിലും കൃത്യതയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്കുള്ള പങ്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗമാണ് റേഡിയോ ടെലിവിഷൻ. ഇതും മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് റേഡിയോ ടെലിവിഷൻ. സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിൻ്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് സമൂഹ മാധ്യമങ്ങൾ. മാധ്യമങ്ങളിൽ വരുന്നതാണ് സമൂഹ മാധ്യമങ്ങൾ. കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ വായിച്ചില്ലേ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ഫോണിൽ വന്നൊരു ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിലെ. ലഹരി മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കർമ്മ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട്. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ കമൻസ് വന്നിട്ടുണ്ട്. എല്ലാ പിന്തുണയും, നിരന്തര ബോധവൽക്കരണം അനിവാര്യം, ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കണം തുടങ്ങിയിട്ടുള്ള കമൻസ് ആ ഒരു പോസ്റ്റിന് താഴെ വന്നതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളെ പോലെ ഏതൊരു വിഷയത്തിലും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്കും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത്. നിങ്ങളും ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്താറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി താഴെ നൽകിയിരിക്കുന്ന വാർത്ത നോക്കാം. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി, സെപ്റ്റംബർ 1 അവധി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആണല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട് ഫേക്ക് ന്യൂസ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫാക്റ്റ് എന്താണ്? കോട്ടയത്ത് എല്ലാ വിദ്യാലയങ്ങൾക്കും നാളെ അവധിയില്ല. പ്രചരിക്കുന്നത് വ്യാജ അറിയിപ്പെന്ന ജില്ലാ കളക്ടർ. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലയിൽ നാളെ അഥവാ സെപ്റ്റംബർ 1 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കി.
കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ സെപ്റ്റംബർ 1 അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന അറിയിപ്പ് വ്യാജമാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. മഴ മൂലം ജില്ലയിൽ നാളെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വ്യാജ അറിയിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട ഈ വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താക്കുറിപ്പുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ നമ്മൾ സ്വീകരിക്കുന്ന യഥാർത്ഥ സന്ദേശങ്ങളെല്ലാം ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്തകളും സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുന്നതിനെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. വാർത്തകളും സന്ദേശങ്ങളൊക്കെ അത് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയെന്ന് കണ്ടെത്തണം. അതുപോലെ വ്യാജ വാർത്തകളും സന്ദേശങ്ങളും എന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. എന്താണ് അത് വ്യാജമാണ് ഈ ഒരു സന്ദേശം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരുമായി നമ്മൾ ഒരിക്കലും പങ്കിടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളൊരു വ്യാജ വാർത്ത നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ അത് സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നതിനെതിരെ പ്രതിരോധിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളായിട്ട് പറയുന്നുണ്ട്. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരതയും അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. അപ്പോൾ ഒരു മാധ്യമം എങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത്. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. മാധ്യമ സാക്ഷരതയുടെ ഭാഗമാണിത്. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇൻ്റർനെറ്റിൻ്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയിൽ ഉൾപ്പെടുന്നവയാണ്. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും നമ്മൾ ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയുമാണ് പരിഗണിക്കുന്നത്. മാധ്യമ സാക്ഷരത എന്തിനാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്? അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെയാണ് മാധ്യമ സാക്ഷരത പ്രാധാന്യം കൊടുക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളെയൊക്കെയാണ് ഡിജിറ്റൽ സാക്ഷരത പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മാധ്യമങ്ങൾ എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് അനുകൂലമായി സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചാരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കുവാൻ ശ്രമിക്കുന്നു.
സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിനു ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നതും പതിവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പട്ടിക പൂർത്തിയാകാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പെടുന്നത് എന്ന്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ഒരു ഏജൻസിയാണ് സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. മതസ്ഥാപനങ്ങളായിക്കോട്ടെ, ജാതിമത സംഘടനകളായിക്കോട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളും എന്തുണ്ട്, പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് അഭിപ്രായ വോട്ടെടുപ്പ് എന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യ ബോധവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്തുന്നതിൽ സ്കൂൾ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഭിപ്രായമായിട്ട് യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, വിയോജിക്കുന്നു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിക്കുന്നവരുടെയും വിയോജിക്കുന്നവരെയും ഭാഗികമായി യോജിക്കുന്നവരുടെയും ശതമാനം കൊടുത്തിട്ടുണ്ട്. ഇതിൽ യോജിക്കുന്നവർ എത്ര ശതമാനമാണ്? 65%. ഭാഗികമായി യോജിക്കുന്നവർ 30%, വിയോജിക്കുന്നവർ 5% നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പും അതിൻ്റെ ഫലവുമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ്. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് കലയും സാഹിത്യവുമാണ്. കലയ്ക്കും സാഹിത്യത്തിനും എന്താണ് അഭിപ്രായ രൂപീകരണത്തിൽ അവർ വഹിക്കുന്ന പങ്ക് എന്ന് നോക്കാം. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശു നീ ഓമലെ തരൂ തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ അല്ലലെന്തു കഥയുതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴു മാര്യന്മാർ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരികെനിക്കു നീ. മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, കാരണം അത് നമ്മൾ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വരികളാണല്ലേ അത്. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നുണ്ട്. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയും എല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനെ വളരെ അധികം സ്വാധീനിക്കാറുണ്ട്. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നീ രചനകളെല്ലാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയും സാഹിത്യരചനകൾ പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവയാണ് എന്ന് പറയുന്നു. നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളും സാഹിത്യരചനകളുമെല്ലാം നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്.
പൊതുജനാഭിപ്രായത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് പൊതുജനാഭിപ്രായത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ആണ്. പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും. ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും. എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തെയാണ് നിരക്ഷരത. നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. ഡിജിറ്റൽ വിഭജനം. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ അടുത്തൊരു എതിരായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് ഡിജിറ്റൽ വിഭജനം. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവരസാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിൽ ഉണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ ഈ ഒരു സൗകര്യങ്ങൾ കിട്ടുന്നതിലെ, ഈ ഒരു ഡിജിറ്റലായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളുണ്ട്, അത് കിട്ടുന്നതിലെ വേർതിരിവിനെയാണ് ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത്. അടുത്തത് ദാരിദ്ര്യം. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല. അപ്പോൾ ദാരിദ്ര്യം മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു കാരണമാണ് അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യരാഹിത്യവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയുന്നു. അടുത്ത ഒരു വിഘാതം സൃഷ്ടിക്കുന്ന ഘടകമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താൽപ്പര്യങ്ങളും വ്യക്തിയാരാധനയുമെല്ലാം യഥാർത്ഥ പൊതുജനാഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടു പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്. ഒന്ന് നിരക്ഷരത, പിന്നീട് വരുന്നു ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യരാഹിത്യവും, തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണല്ലോ ജനാധിപത്യം. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കും. അധികാരപ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായം എന്ന നിലയ്ക്കാണ് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടത് പൊതുജനാഭിപ്രായവും ജനാധിപത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പൊതുജനാഭിപ്രായ രൂപീകരണം എങ്ങനെ ജനാധിപത്യത്തിലൊരു വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.